നാം ലൈഫിൽ പുതിയതായി ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വളരെയധികം പ്ലാൻ ചെയ്താണ് ആ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വിറ്റ് ചെയ്യുമ്പോഴും പ്ലാൻ ചെയ്ത് ക്വിറ്റ് ചെയ്യുക എന്നതും ഒരു സ്ട്രാറ്റജിയാണ്. എപ്പോൾ ക്വിറ്റ് ചെയ്യണം, എവിടെ ക്വിറ്റ് ചെയ്യണം എന്ന് തിരിച്ചറിയുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ബുക്കാണ് സെയ്ദ് ഗോദിന്റെ ദ ഡീപ്. ഈ ഒരു ബുക്കില് ക്വിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 3 കർവുകളെ കുറിച്ചാണ് സെയ്ദ് ഗോദിൻ പറയുന്നത്. ദ ഡീപ്, കോൾഡസാർ ആൻഡ് ക്ലിഫ്. ലൈഫിൽ ആദ്യമായി നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം എക്സൈറ്റഡും മോട്ടിവേറ്റഡും ആയിരിക്കും. എന്നാൽ പിന്നീട് ഈ ഒരു മോട്ടിവേഷൻ കുറയുകയും പിന്നീട് ഒരു ലോ പോയിന്റിലേക്ക് എത്തിച്ചേരുകയും മുന്നിലേക്ക് പോവുക എന്നത് വളരെയധികം പ്രയാസവുമായിരിക്കും. ഈ ഒരു സിറ്റുവേഷനെയാണ് ഡിപ്പ് മൂവ്മെന്റ് ആയിട്ട് ഓതർ പറയുന്നത്. ഈ ഒരു ഡിപ്പ് മൂവ്മെന്റ് മറികടക്കുന്നതിനായി വളരെയധികം ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഡിപ്പ് മൂവ്മെന്റിൽ സക്സസിൽ എത്തിച്ചേരാനും സാധിക്കുന്നു. കോൾഡസാക് എന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്, മീൻസ് ഡെഡ് എൻഡ്. ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു റിസൾട്ട്സും ലഭിക്കുന്നില്ല. ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യുന്നു. ഇത്തരം സിറ്റുവേഷൻ കറന്റ് ലൈഫിൽ ഫേസ് ചെയ്യുന്നു എങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക. റിസൾട്ട്സ് ലഭിക്കാത്ത ഒന്നിനായി നമ്മളുടെ ടൈമും എഫേർട്ടും മണിയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ആണ്. ക്ലിഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ലൈഫിൽ വളരെയധികം റെയറായ എന്നാൽ സ്കേറി ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ലൈഫിലെ ഒരു ബാഡ് ഹാബിറ്റ് അത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. എത്ര അധികം ആ ഒരു കാര്യം ഉപേക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ക്വിറ്റ് ചെയ്യുന്നതിന്റെ വേദന കാലക്രമേണ വളരെയധികം കൂടുതലായി വരുന്നു. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ക്വിറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഏറ്റവും അധികം ആളുകൾ ക്വിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഈ ഒരു സിറ്റുവേഷനെയാണ് ഓതർ ഇവിടെ ക്ലിഫ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ലൈഫിൽ ഈ ഒരു ഡിപ്പ് മൂവ്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരു ഡിപ്പ് മൂവ്മെന്റ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സക്സസിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. കൂടുതൽ എഫേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അതിജീവിച്ച് നമുക്ക് സക്സസിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുന്നു. ടോപ്പിൽ എത്തിച്ചേരുന്നതിനായി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ പലപ്പോഴും ഒരു വർക്ക് ഹാർഡായി തോന്നുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ക്വിറ്റ് ചെയ്യുകയും അടുത്തത് നെക്സ്റ്റ് ട്രൈ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം കണ്ടിന്യൂ ആയി നമ്മൾ സ്വിച്ച് ചെയ്യുകയും ക്വിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഒരു കാര്യത്തിൽ തന്നെ അത് ഒരു ഹാർഡായി തോന്നിയാലും ആ ഒരു കാര്യത്തിൽ തന്നെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പരിശ്രമിക്കുന്നതാണ് കൂടുതൽ സക്സസും കൂടുതൽ ടോപ്പിൽ എത്തിച്ചേരാനും നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കാര്യം ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുകയും പുതിയതായി ഒരു സ്കിൽസ് പഠിക്കാൻ ശ്രമിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് ക്വിറ്റ് ചെയ്യുകയും പിന്നീട് ലൈഫിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതിന് കാരണമാകുന്നു. സോ ഓതർ പറയുന്നത് നമ്മൾ ക്വിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ട്രാറ്റജിക് ആയിട്ട് ക്വിറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അതൊരു ക്ലിഫ്, കോൾഡസാക്, ഒരു ഡിപ്പ് മൂവ്മെന്റ് ഇവയിൽ ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിയുക. ഒരു കോൾഡസാക് സിറ്റുവേഷൻ ആണ് നേരിടുന്നതെങ്കിൽ സമയം പാഴാക്കാതെ ക്വിറ്റ് ചെയ്യുക. നമ്മൾ എത്ര അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ട് ലഭിക്കാത്ത ഒരു കാര്യത്തിനായി നമ്മളുടെ ടൈമും എഫേർട്ടും വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ക്വിറ്റ് ചെയ്യുക. ഒരു ഡിപ്പ് മൂവ്മെന്റ് ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സക്സസ് നേടാനായിട്ട് സാധിക്കും. എഫേർട്ട് നൽകുക, ഇത് നമുക്ക് കൂടുതൽ മുന്നോട്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നു. ലൈഫിൽ പുതിയതായി ഒരു ബിസിനസ്, കരിയർ, ഒരു സ്കിൽസ് പഠിക്കുമ്പോൾ ഒരു ഡിപ്പ് മൂവ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക. പലപ്പോഴും ഈ ഒരു ഡിപ്പ് മൂവ്മെന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ആളുകൾ വാല്യുബിളും ബെനിഫിറ്റുമായ വർക്കുകൾ പോലും ക്വിറ്റ് ചെയ്ത് പിന്മാറുന്നു. ഒരു ഡിപ്പ് സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇങ്ങനെ ക്വിറ്റ് ചെയ്യുന്നത് ലൈഫിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഡിപ്പ് മൂവ്മെന്റിലേക്ക് എത്തുമ്പോൾ ആളുകൾ വളരെയധികം സ്റ്റക്ക് ആവും. ആദ്യത്തെ ആ ഒരു എഫേർട്ടും എനർജിയും കുറയുകയും പതുക്കെ ഒരു ആവറേജ് പെർഫോമൻസിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും എത്ര അധികം വർക്ക് ചെയ്താലും ആളുകളുടെ ആ ഒരു ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കാതെ വരുന്നു. ഒരു ലോ പോയിന്റ് ഫേസ് ചെയ്യുമ്പോൾ സർവൈവ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സിറ്റുവേഷനെ സക്സസിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വളരാനായിട്ട് ശ്രമിക്കുക. സോ ഒരു ആവറേജ് പെർഫോമൻസ് നൽകുന്നതിന് പകരം ഓരോ ദിവസവും നമ്മളുടെ ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുക. ലൈഫിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും ഗ്രോത്തും നേടാൻ സാധിക്കുന്നത് ഇത്തരം ഡിപ്പ് മൂവ്മെന്റുകളിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സും കരിയറും ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങൾക്ക് കഴിയും. സോ ഒരു ഹാർഡ് സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ഡിപ്പ് മൂവ്മെന്റ് വരുമ്പോൾ ക്വിറ്റ് ചെയ്യാതെ എല്ലാവരും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മേക്ക് സംതിങ് ഹാപ്പൻ ആൻഡ് മേക്ക് യുവർ ഡ്രീം കം ട്രൂ.